അപ്പോൾ നമ്മുടെ മറ്റുള്ള പ്രാവുകൾക്കെല്ലാം തീറ്റയും വെള്ളവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 2-3 നമുക്കിങ്ങനെ ട്രീറ്റ്മെൻറ്റിലെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ റോഡിലൂടെ പോകുന്ന അമ്പലപ്രാവുണ്ടല്ലോ, നമ്മുടെ പല കുടങ്ങളിലൊക്കെ ഇരിക്കുന്ന അതിൻ്റെ കുട്ടിയാണ്. റോട്ടിൽ കിടന്ന് കിട്ടിയതാണ്. അതിനെ കാക്ക കൊത്തിയിട്ടുണ്ട്. ശരീരമൊക്കെ കുറച്ച് മുറിവൊക്കെ ഉണ്ടായിരുന്നു. കണ്ണിൻ്റെ അവിടെയൊക്കെ കൊത്തി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചിറവിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ തീരെ അവശ്യ നിലയിലായിരുന്നു. ഒട്ടും എണീക്കാത്ത രീതിയിൽ കിടപ്പായിരുന്നു. അവനെ ഞാൻ കൊണ്ടുവന്നു. 2 ദിവസം ശകലം തീറ്റയെ കൊടുത്തപ്പോഴത്തേക്ക് അവൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് ചെറുതായിട്ട് റെഡിയായി വരുന്നുണ്ട്. ചില നേരത്ത് അവൻ അമ്പലപ്രാവിൻ്റെ തന്നെ സ്വഭാവം കാണിക്കും. അത് നമ്മുടെ കൂടെ ഇരുന്നിട്ട് എടുത്താടി ഓടിക്കളയും. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഓട്ടിച്ചിട്ടൊക്കെ പിടിച്ച് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഒരുവിധം പറന്ന് റെഡിയാവുന്നത് വരെ അവനെ ഡാം ഓടിയണ്ട. അപ്പോൾ നമ്മൾ ചില നേരത്തൊക്കെ നമുക്ക് ഇങ്ങനെയായിട്ട് ഓടിച്ചിട്ട് പിടിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ എന്നിരുന്നാലും അവൻ പറന്ന് റെഡിയാവുന്നത് വരെയൊക്കെ അവനെ നമ്മൾ നല്ലതുപോലെ നോക്കും. അപ്പോൾ ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോയിട്ട് ഈ മരുന്ന് വാങ്ങിയത്. ഈ മരുന്ന് നേരത്തെ എൻ്റെ ഇരുന്നത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇവന് ഒന്ന് കൊടുത്ത് റെഡിയാക്കി എടുക്കണം. അതിപ്പം വഴിയെ പറന്ന് പോണതായിരുന്നാലും നമ്മളെ ഫ്രണ്ടിൽ കിടന്ന് എന്തെങ്കിലും ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമം വരും. അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവന് ഇത്രയും പ്രായമുള്ള സ്ഥലത്ത് ഞാൻ പിന്നെ ഇതിനെ എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവന് 2 ദിവസം 3 ദിവസം കൊണ്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഇവന് ചെറിയൊരു വീക്കമുണ്ട്. അപ്പോൾ എന്തായിരുന്നാ ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് പിന്നെ നല്ല രീതിയിലൊന്ന് ഷെയ്ക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എടുത്ത് 1 ഡ്രോപ്പ് കൊടുക്കുക. 1 ഡ്രോപ്പിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഡോസേജ് വരുന്നത്. അപ്പോൾ അത് ശേഷം ഞാൻ കപ്പലണ്ടി നല്ല രീതിയിൽ അരച്ച് പേസ്റ്റ് വെള്ളം ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് അതിൽ ഇതില്ല, തരി കണക്കൊന്നുമില്ല. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇവൻ്റെ 2 ദിവസം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഇവൻ്റെ കൊക്കറ തീരെ ചെറുതായിപ്പോയി. അപ്പോൾ ഇടയ്ക്ക് 1-2 നേരം വെള്ളവും കൂടെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്താലേ അവൻ്റെ കൊക്കറ വലുതായി വരുള്ളൂ. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണക്ക് നമ്മൾ ഒരു തുള്ളി അവനത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കടല അരച്ച് വെച്ചിരിക്കുന്നതിന് കപ്പലണ്ടി അരച്ച് വെച്ചിരിക്കുന്നതിന് ഒരു ഫില്ലർ എടുത്ത് കൊടുക്കും. ഇത് ഒരു സിറിഞ്ച് പോലും അവൻ്റെ ഇതിൽ കൊള്ളുന്നില്ല, കാരണം അത് തിരിച്ചു വരും, അത്രയ്ക്കും ഫില്ലായി പോകുന്നുണ്ട്. അപ്പോൾ അതിനെ എടുത്ത് ഇത് കണക്ക് ഇപ്പോൾ ഇതിൻ്റെ സ്വഭാവം നാടൻ പ്രാവാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതിരിക്കും. ഇത് ഇവനായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തീറ്റ കൊടുക്കുമ്പോൾ അവനൊരു വെപ്രാളമൊക്കെയാണ്. അപ്പോൾ ഇത് ചെറിയ ഇതായതുകൊണ്ട് പുറത്തോട്ട് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് 2-3 പ്രാവശ്യം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അവന് ആ കൊക്കറയുടെ ആ സൈസ് കയറി വരും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂട്ടിൽ ഫുഡില്ലെങ്കിൽ ഇത് കണക്കുള്ള പ്രശ്നങ്ങൾ വരും. കൂട്ടിൽ ഫുഡില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ 2 പ്രാവശ്യം തള്ള തീറ്റ കൊടുക്കാതിരുന്നാൽ ഇത് കണക്ക് കുട്ടികൾ കുരുടിച്ച് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും കൂടുതൽ തീറ്റയും വെള്ളവും വെക്കണമെന്ന് പറഞ്ഞാൽ. തീറ്റ ഒരു നേരമാണെങ്കിലും വെള്ളം കറക്റ്റായിട്ട് തന്നെ വെച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പം നമ്മുടെ അടുത്ത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇരിപ്പുണ്ട്. എന്നാലും ചില നേരത്തെ കാണിക്കും, ഒരു വിരളിത്തരവൊക്കെ കാണിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫ്രീ ടൈമിൽ വന്നിട്ട് ഇതിനെ ടക്കനെ എന്തെങ്കിലും പെട്ടെന്ന് എടുത്ത് കൊടുത്തിട്ട് പോകണം എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും ഫ്രീ ടൈമൊന്നും ഉണ്ടാവാറൊന്നുമില്ല. അപ്പോൾ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സഹിതം എനിക്ക് വാട്സാപ്പിൽ ഇടുകയാണെങ്കിൽ ഞാൻ അതിനുള്ള മരുന്നുകൾ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. എല്ലാം നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല, എങ്കിലും പറ്റുന്നതൊക്കെ ആണെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണക്ക് നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴിയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കി കളയാണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്ത് അവരെ പറത്തിവിടാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് പൈസ ചിലവുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ മരുന്നൊക്കെ വാങ്ങിച്ചതിന് കൊടുക്കണമെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ അതൊന്നും ബാധിക്കാതെ അങ്ങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ജീവനല്ലേ, അങ്ങ് ഇതായി പോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ മെഡിസിൻസൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വീഡിയോസ് എടുക്കണം. വീഡിയോസ് എടുത്ത് എനിക്ക് അയച്ചു തന്ന് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇടണം. അല്ലാണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല. ഒരു 100 കണക്കിന് കോൾ ഡെയിലി വരുന്നതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഒരുപോലെ സംസാരിച്ച് അതൊരു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഒരാളുടെ കോൾ എടുത്തില്ല, ഒരാളുടെ കോൾ എടുത്ത് എന്നുള്ളൊരിതും വരണ്ടെന്നുള്ള ഇതിൽ ഒരു കോളുകളും ഇപ്പോൾ അങ്ങനെ എടുക്കാറില്ല. അപ്പം വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലൂടെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഇത് റിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് കണക്ക് ഇങ്ങനെ ഓരോ ഫില്ലർ 2 ഫില്ലറൊക്കെ ആയിട്ടൊക്കെ എടുത്ത് ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുക്കണം. സമയം കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടുമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും. ഓക്കെ.